അപ്പോൾ റെഫറൻസ് ആയിട്ട് നമ്മളെ ഫൈനൽ റിസൾട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക. പിന്നെ ഇത് നിങ്ങൾക്ക് ഗോഷ് പെയിൻറ് വെച്ചിട്ടും ചെയ്യാം, ആക്രിലിക് വെച്ചിട്ടും ചെയ്യാം. അപ്പം നമ്മൾ ആദ്യം ചിത്രം വരയ്ക്കുക. അതിനുശേഷം നിങ്ങളുടെ കയ്യിലുള്ള ബ്ലൂ ഇല്ലേ, ഡാർക്ക് ബ്ലൂ അല്ല, അതിൻ്റെ കുറച്ച് ലൈറ്റ് ബ്ലൂ, അതെടുത്തിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ ഫില്ല് ചെയ്യുക, ലീഫിൻ്റെ പാട്ട് ഒഴിവാക്കിയിട്ട്. എന്നിട്ട് ഈ സെൻറ്റർ ഭാഗത്തിൽ കുറച്ച് വൈറ്റ് കൊടുക്കുക. ഓക്കെ, കുറച്ച് വൈറ്റ് ഇട്ടിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അത് ഡ്രൈ ആവാൻ വെക്കുക. ആ ടൈം നമ്മൾ എന്ത് ചെയ്യണം, ലീഫിനൊക്കെ ഗ്രീൻ കൊടുക്കുകയാണ്. ഡാർക്ക് ഗ്രീൻ എടുക്കണം. ഡാർക്ക് ഗ്രീൻ എന്താണ്, ഇല്ലെങ്കിൽ യെല്ലോയും നമ്മൾ ഡാർക്ക് ബ്ലൂ മിക്സ് ചെയ്താൽ ഒരു ഡാർക്ക് ഗ്രീൻ കിട്ടും. അത് വെച്ചിട്ട് നമ്മൾ ലീഫ് ഫില്ല് ചെയ്യാം. എന്നിട്ട് ആ ഡാർക്ക് ഗ്രീൻ കുറച്ച് ലൈറ്റ് ആക്കാൻ കുറച്ചും കൂടെ യെല്ലോ കൊടുക്കുക. അത് നമ്മളെ ഇതിൽ ഡിഫറെൻറ്റ് യെല്ലോസ് ഉണ്ടല്ലോ, അപ്പോൾ അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു ഗ്രീൻ കിട്ടുന്നവരെ മിക്സ് ചെയ്യുക. എന്നിട്ട് അതും നെക്സ്റ്റ് സെക്കൻഡ് ലെയർ ആയിട്ട് ആ ലീഫിൽ കൊടുക്കാം. നെക്സ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് പറയുമോ, ഡാർക്ക് ബ്ലൂ എടുത്തിട്ട് ഇതാ ഈ ഏരിയാസിലൊക്കെ കൊടുക്കുക. അതായത് ലീഫിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഡാർക്ക് ബ്ലൂ കൊടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുക, ഡാർക്ക് ബ്ലൂവും കുറച്ച് ബ്ലാക്കും മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഡാർക്ക് ആക്കുന്നുണ്ട് കേട്ടോ. എല്ലാ കോർണേഴ്സും ഞാൻ കണ്ടോ, ഈ കോർണേഴ്സൊക്കെ ഡാർക്ക് ബ്ലൂവും കുറച്ച് ബ്ലാക്കും മിക്സ് ചെയ്ത് കുറച്ച് ഡാർക്ക് ആക്കുക. ഇത് ബ്ലെൻഡ് ചെയ്യാൻ എന്ത് ചെയ്യണം, ബ്ലൂ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഗ്രീൻ ഉണ്ടല്ലോ, അത് ലൈറ്റ് ആക്കി കൊണ്ടുവന്നിട്ട് ഷെയ്ഡ് ചെയ്യലാണ് നമ്മുടെ പരിപാടി. അപ്പോൾ അതിലെന്ത് ചെയ്യേണ്ടത്, ലൈറ്റ് ആക്കി കൊണ്ടുവരാൻ യെല്ലോൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി കൊണ്ടുവരിക. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ കുറച്ച് യെല്ലോൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി കൊണ്ടുവന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു ലീഫിൻ്റെ തേർഡ് ലെയർ ആയിട്ട് കൊടുത്തു. ഓക്കെ, പിന്നെ ഇതാ ഇതുപോലെ 1 2 3 തണ്ടുകളൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. അതും നിങ്ങൾ ചെയ്യാം. ഇനി വീണ്ടും ഞാൻ യെല്ലോൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി വീണ്ടും ലൈറ്റ് ഗ്രീൻ ആക്കിയിട്ട് നമ്മൾ ലീഫിലുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടല്ലോ, ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുവാണേ. ആക്ച്വലി ഇത് ഞാൻ ലോങ് വീഡിയോ ആക്കാൻ വേണ്ടി വരച്ചതല്ല, പക്ഷേ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത്രയും അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കളർ മിക്സിംഗ് ഒന്നും കാണിച്ചിരുന്നു പറഞ്ഞിരുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ ഇപ്പം ലൈറ്റ് ഗ്രീനിലാണല്ലോ നമ്മളുള്ളത്, അതിൽ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഹൈലൈറ്റ് കൊടുക്കാം. ഓക്കെ, കണ്ടോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ സ്റ്റെപ്പ് എന്താ ചെയ്യുന്നതെന്ന് അറിയോ, ഡാർക്ക് ഗ്രീൻ എടുക്കുക. അതായത് നമ്മൾ ആദ്യം ചെയ്ത പോലെ യെല്ലോയും ബ്ലൂവും മിക്സ് ചെയ്ത് ഡാർക്ക് ഗ്രീൻ ഉണ്ടാവുമല്ലോ, അതെടുത്തിട്ട് ലീഫിൻ്റെ ഇങ്ങനെ കൊടുക്കാം. നിങ്ങൾ റെഫറൻസ് ഇമേജ്, അതായത് നമ്മൾ ഫൈനൽ റിസൾട്ട് നോക്കിയാൽ മനസ്സിലാവും, കുറച്ച് പോർഷൻസിൽ ഡാർക്ക് ഗ്രീൻ വരും ലീഫിൻ്റെ, അവിടെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിന് ശേഷം ലൈറ്റ് ബ്ലൂ എടുക്കുക. എന്നിട്ട് ഇതുപോലെ വാട്ടറിൻ്റെ സ്ട്രക്ചർ വരച്ചു കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടോ, വരയ്ക്കാൻ പറ്റുന്നുണ്ടോ. ഇത് ഞാൻ ലോങ് വീഡിയോ ഇടണ്ടാന്ന് വിചാരിച്ചതാണ്, പക്ഷേ എനിക്ക് ഇടണമെന്ന് തോന്നിയതുകൊണ്ട് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞിട്ട് വരയ്ക്കാൻ പറ്റുന്നവരൊന്ന് വരച്ച് നോക്കുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഗോഷ് പെയിൻറ്റ് പിന്നെ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് പറയുമോ, വൈറ്റ് എടുക്കുക നിങ്ങൾ. എന്നിട്ട് നമ്മൾ ലൈറ്റ് ബ്ലൂ കൊണ്ട് കൊടുത്ത ലൈൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ഷൈനി ഫീൽ വരുത്താൻ വേണ്ടിയിട്ട് വൈറ്റ് കൊണ്ട് ഡോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്തായി, വെള്ളം ഇങ്ങനെ ഒന്ന് തിളങ്ങുന്ന പോലെ ഒരു എഫക്റ്റൊക്കെ കിട്ടിയില്ലേ. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ടൊരു പെയിൻറ്റിംഗ് ആണ്. ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ സിമ്പിളായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുമുണ്ട്. ആവുന്നവരൊന്ന് വരച്ച് നോക്കുക. അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഒരു അടിപൊളി ഡീറ്റെയിൽ ട്യൂട്ടോറിയലൊക്കെ കേട്ടോ.